അപ്പോൾ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു, നമുക്ക് കൺട്രി തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഈൽഡ് തന്നിട്ടുണ്ട്. നമ്മുടെ കൾട്ടിവേഷൻ്റെ ഒരു ഡേറ്റ ആണ് തന്നിരിക്കുന്നത്. അപ്പം ക്രോപ്പിൻ്റെ ഈൽഡ് കറസ്പോണ്ടിങ് ഓരോ കൺട്രിയുടെ ഈൽഡ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് ഏഗൻസ്റ്റ് ആയിട്ടൊരു സിമ്പിൾ ബാർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഇത് നമുക്ക് എക്സലിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഡാറ്റ റോയിലോ കോളത്തിലോ എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ റോവേഴ്സാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. കോളത്തിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഈ ഡാറ്റ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് മെനുവിൽ പോവുക. അവിടെ നമുക്കിവിടെ ചാർട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻസേർട്ട് കോളം ഓർ ബാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കർസർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇൻസേർട്ട് കോളം ഓർ ബാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഡയമെൻഷണൽ ഗ്രാഫ് ഉണ്ട്, 3 ഡയമെൻഷണൽ ഗ്രാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് സിമ്പിൾ ബാർ ഡയഗ്രാം ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലസ്റ്റേർഡ് കോളം എന്നുള്ള ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ ബാർ ഡയഗ്രാം ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ നമുക്ക് പ്ലസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ നമുക്ക് ആക്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആക്സസിന് അവിടെ ടിക്ക് കൊടുക്കുക. അപ്പോൾ ആക്സസിൻ്റെ പേര് വന്നു. ആക്സസ് ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ടിക്ക് കൊടുക്കുക. ആക്സസ് ടൈറ്റിൽ നമുക്കിവിടെ, ഒരു മിനിറ്റ്, നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം ജസ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ടിൽ പോകുന്നു, സിമ്പിൾ ബാർ ഡയഗ്രാമിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ബാർ ഡയഗ്രാം നമുക്ക് എക്സലിൽ വളരെ ഈസിലി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാർ ഡയഗ്രാം കിട്ടി. അതിന് നമുക്ക് ആക്സസിന് ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക, ആക്സസ് ടൈറ്റിൽ കൊടുക്കാം. ചാർട്ടിന് ടൈറ്റിൽ വേണമെങ്കിൽ അതും ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ചാർട്ടിന് ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഈൽസ് അതുപോലെ ആക്സസിൻ്റെ നെയിം നമുക്ക് ഇഷ്ടമുള്ള പല രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആക്സസ് നെയിം കൊടുത്തു, ചാർട്ടിന് ടൈറ്റിൽ കൊടുത്തു. ഇനി ഡാറ്റ ലേബൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ലേബൽ ചെയ്യാം. അതായത് ഓരോ ബാറും എത്ര ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ലേബൽ കൊടുക്കാം. അത് ടിക്ക് ഓപ്ഷൻ കൊടുത്താൽ മതി. ഡാറ്റ ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ടേബിൾ ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ ടേബിൾ വരും. അതേപോലെ തന്നെ അതിൻ്റെ ലെജൻഡ്, ഈ ബ്ലൂ കളർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം താഴെ വന്നിട്ടുണ്ട്. അതായത് ബ്ലൂ കളർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈൽഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം നമുക്കിവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം എക്സലിൽ പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. കുറച്ച് പേര് വളരെ ലേറ്റായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് ഞാൻ ഫസ്റ്റ് എൻ്റെ തന്നിരിക്കുന്ന ഡാറ്റ കൺട്രി ഉണ്ട്, വേരിയസ് കൺട്രീസിൻ്റെ ഈൽഡ് തന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാനാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഫസ്റ്റ് ഈ എൻ്റെ ഡാറ്റ ഞാൻ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കോളമായിട്ടും റോ ആയിട്ടും എൻ്റർ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. എന്നിട്ട് ഇൻസേർട്ടിൽ പോവുക,
ഇൻസേർട്ടിനകത്ത് നമുക്ക് ഇവിടെ റെക്കമെൻഡഡ് ചാർട്ട്സ് ഉണ്ട്, അതായത് കോളം ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2D കോളത്തിൻ്റെ ഓപ്ഷൻ, ക്ലസ്റ്റേർഡ് കോളം, അതാണ് നമ്മുടെ സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ വേരിയസ് ഗ്രാഫ് അവൈലബിൾ ആയിട്ടുണ്ട്. മുകളിൽ അതിൻ്റെ സ്റ്റൈല് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഓപ്ഷൻസും മുകളിലുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ വേരിയസ് ഫോർമാറ്റ് അവൈലബിൾ ആണ്. മുകളിൽ നമുക്ക് ജസ്റ്റ് ആ ചാർട്ട് ഡിസൈൻ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചാർട്ടിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചാർട്ടിന് ലേബൽ ചെയ്യാൻ സാധിക്കും, ആക്സസിന് പേര് കൊടുക്കാൻ സാധിക്കും, ആക്സസ് ടൈറ്റിൽ കൊടുക്കാൻ സാധിക്കും, ചാർട്ട് ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഡാറ്റ ലേബൽ വേണമെങ്കിൽ ഡാറ്റ ലേബൽ കൊടുക്കാം. ഡാറ്റ ടേബിൾ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡാറ്റ ടേബിൾ ഡിസ്പ്ലേ ചെയ്യാം. ലെജൻഡ്, അതായത് ബ്ലൂ കളർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എല്ലാം നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് പല ഐറ്റംസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഡാറ്റ ഐറ്റംസ്, ഫുഡ്, ക്ലോത്തിങ്, റെൻറ്റ്, അതേഴ്സ്, ബാക്കിയുള്ള ചിലവുകൾ. അപ്പോൾ ഓരോ ഫാമിലിയുടെയും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഫാമിലി 1-ന് ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള ചിലവ് വരുന്ന കാര്യങ്ങളും, അതുപോലെ ഫാമിലി 2, ഫാമിലി 3. അപ്പോൾ നമുക്ക് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിതിനെ മൾട്ടിപ്പിളും സബ് ഡിവൈഡും പേഴ്സൻറ്റേജും എല്ലാം നമുക്ക് പ്ലോട്ട് ചെയ്യാം. നമ്മുടെ ഇപ്പം ലക്ഷ്യം മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാനാണെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, ഇൻസേർട്ടിൽ പോവുക. നമ്മുടെ റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് ഈ ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കർസർ കൊണ്ടുവരുമ്പോഴേ നമുക്കത് കാണാൻ സാധിക്കും. അതേ ക്ലിക്ക് ചെയ്യുക. 2D കോളത്തിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാണാമല്ലോ. അപ്പോൾ നമുക്കത് ചാർട്ടിന് ഡിസൈൻ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം. എന്നിട്ട് ചാർട്ടിന് ടൈറ്റിൽ പഴയ പോലെ തന്നെ ചാർട്ട് ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വേണമെങ്കിൽ കൊടുക്കാം. മൾട്ടിപ്പിൾ ആക്സസ് ടൈറ്റിൽ മാറ്റാം. ആക്സസ് ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഡാറ്റ ലേബൽസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് ഫുഡിൻ്റെ തന്നെ ഉള്ളതാണ്. ഇത് ക്ലോത്തിങ്ങിൻ്റെ, റെൻറ്റ്, അതേഴ്സ്. അപ്പം ബ്ലൂ കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫാമിലി 1-ൻ്റെ ആണെന്ന് മനസ്സിലായി. ഈ ഓറഞ്ച് കളർ ഫാമിലി 2, അതേപോലെ തന്നെ ഗ്രേ കളർ എന്ന് പറയുന്നത് ഫാമിലി 3. അപ്പം ലെജൻഡ് അത്രയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഒക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഈസി ആയിട്ട് തന്നെ എക്സലിൽ നമുക്കത് ഇത് നമുക്ക് വേണ്ട എവിടെയാണോ വേർഡിലാണ് വേണമെന്നുണ്ടെങ്കിൽ അത് കോപ്പി ടു വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം കണക്ട് ചെയ്യാൻ പറ്റും. ആക്സസിൻ്റെ ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ആക്സസ് ടൈറ്റിൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ടീച്ചർ കൊടുക്കുക. ഇവിടെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ആക്സസ് ടൈറ്റിൽ നമുക്ക് അതേപോലെ തന്നെ ചാർട്ട് ടൈറ്റിലും എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സബ് ഡിവൈഡ് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സെയിം ഡാറ്റയ്ക്ക് തന്നെ സബ് ഡിവൈഡ് ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഡാറ്റ പഴയ ഡാറ്റ തന്നെയാണ്, പല തരത്തിലുള്ള ചിലവുകൾ തന്നിട്ടുണ്ട്. ഫാമിലി 1, ഫാമിലി 2, ഫാമിലി 3. ഇതിനെ നമുക്ക് സബ് ഡിവൈഡഡ് ഗ്രാഫാണ്, അതായത് ഓരോ ബാറിനകത്തും ഡിവൈഡ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക,
ഇൻസേർട്ട് മെനുവിൽ പോവുക. റെക്കമെൻഡിനകത്ത് ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ കയർസർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേ ഈ പേര് വരുന്ന കാണാം. അത് ക്ലിക്ക് ചെയ്യുക. 2 ഡയമെൻഷനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല, നമുക്ക് സബ് ഡിവൈഡഡ് ആണ് വേണ്ടത്. അപ്പം സ്റ്റാക്ഡ് കോളം എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ സ്റ്റാക്ഡ് കോളം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സബ് ഡിവൈഡ് ബാർ ഡയഗ്രം കിട്ടാനായിട്ട് കാണാൻ സാധിക്കും. പഴയ പോലെ തന്നെ ചാർട്ട് ടൈറ്റിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ചാർട്ട് ഡിസൈനകത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഓപ്ഷൻസ്, അത് ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ പ്ലസിനകത്ത് നമുക്ക് ആക്സിൻ്റെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആക്സിൻ്റെ പേര് കൊടുക്കാം. ആക്സിൻ്റെ ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ചാർട്ട് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചാർട്ട് ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. സബ് ഡിവൈഡ് ബാർ എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഡാറ്റ ടേബിൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ തന്നെ ഡാറ്റ ടേബിൾ നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡാറ്റ ടേബിളും അവിടെ വരും. വേണ്ടെങ്കിൽ അത് ടിക്ക് മാറ്റുക. ലെജൻഡ് വേണമെന്നുണ്ടെങ്കിൽ ലെജൻഡും ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഓരോ കളർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളതും സൈഡിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ബ്ലൂ കളർ ഫാമിലി 1-നെയാണ്, ഫാമിലി യെല്ലോ ഫാമിലി 2, അതേപോലെ തന്നെ ഗ്രേ വരുന്നത് ഫാമിലി 3. അപ്പോൾ ഇവിടെ സബ് ഡിവൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബാറിൽ തന്നെയാണ് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം വളരെ ഈസി ആയിട്ട് തന്നെ എക്സലിൽ നമുക്ക് പ്ലോട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയും കൂടെയാണ്. നമുക്ക് ഈ ഓരോ ഗ്രാഫും ഇവിടെ നമുക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഇത് വേർഡിലാണ് വേണ്ടതുണ്ടെങ്കിൽ ഇത് കോപ്പി എടുക്കുക, എന്നിട്ട് വേർഡിലേക്ക് പേസ്റ്റ് ചെയ്യുക. PDF കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ PDF വെർഷൻ നമുക്ക് പറ്റും. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ സബ് ഡിവൈഡ് ബാർ കിട്ടി. ഇതേപോലെ തന്നെ പെർസെൻറ്റേജ് ബാർ ഡയഗ്രം കിട്ടണമെങ്കിൽ നമുക്ക് ഈ സെയിം ഡാറ്റ തന്നെ യൂസ് ചെയ്യാം. പെർസെൻറ്റേജ് ബാർ ഡയഗ്രം എടുക്കുന്നെങ്കിൽ ഈ ഡാറ്റ സെയിം ഡാറ്റ തന്നെയാണ് കൊടുത്തത്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിനും സബ് ഡിവൈഡ് ബാറത്തിനും പെർസെൻറ്റേജിനും ഞാൻ സെയിം ഡാറ്റ തന്നെയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ, ആപ്റ്റായിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഫസ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്യുന്നു. അപ്പം നെയിം ഉൾപ്പെടെ വേണം സെലക്ട് ചെയ്യാൻ, വാല്യൂസ് മാത്രമല്ല സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ കേസിലും അങ്ങനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ടൈറ്റിൽ ഉൾപ്പെടെയാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. എക്സ് ആക്സിൻ്റെ പേരും വൈ ആക്സിൻ്റെ പേരും ഉൾപ്പെടെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ പോവുക, ഇൻസേർട്ടിൽ പോവുക. റെക്കമെൻഡഡിനകത്ത് നമുക്ക് ഇൻസേർട്ട് കോളം ഓർ ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് 2D കോളത്തിൻ്റെ ഓപ്ഷനകത്ത് ക്ലസ്റ്റേർഡ് കോളം അല്ല, അതിന് പകരം ലാസ്റ്റ് ഓപ്ഷൻ അവിടെ പെർസെൻറ്റേജിൻ്റെ ഒരു സിമ്പിൾ കാണാം, 100% സ്റ്റാക്ഡ് കോളം, അതാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് സ്റ്റാക്ഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ സബ് ഡിവൈഡ് ബാർ ആയിപ്പോൾ പെർസെൻറ്റേജ് ആണ് വേണമെന്നുണ്ടെങ്കിൽ 100% സ്റ്റാക്ഡ് കോളം എന്ന ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം വൈ ആക്സിൽ പെർസെൻറ്റേജ് വന്നു. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം. അപ്പം ഓരോ ബാറും പഴയ പോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വൈ ആക്സിനകത്ത് എങ്ങനെ കിടക്കുന്ന പെർസെൻറ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നമുക്ക് ചാർട്ട് ഡിസൈനിനകത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ചാർട്ടിൻ്റെ പാറ്റേൺ സെലക്ട് ചെയ്യാം. പെർസെൻറ്റേജ് ബാർ ഡയഗ്രത്തിൻ്റെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ചാർട്ട് ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റാം, ആക്സസ് ടൈറ്റിൽസ് മാറ്റാം. പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം ഓക്കെ. ലെജൻസ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെജൻസ് ഇൻസേർട്ട് ചെയ്യുക. ഡാറ്റ ടേബിൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ടേബിൾ അതിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്യുക, ഗ്രാഫിനകത്ത് തന്നെ ഇൻസേർട്ട് ചെയ്യാം. വേണ്ടെങ്കിൽ ആ ടിക്ക് ഓപ്ഷൻ കൊടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും.
നെക്സ്റ്റ് പൈ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞു അതിനാപ്റ്റ് ആയിട്ടുള്ള ഡാറ്റ, അതായത് മുമ്പേ പറഞ്ഞ ഒരു ഡാറ്റ, അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഡാറ്റ തന്നെ എടുത്തു. കോണ്ടിനൻസ്, അതിൻ്റെ ഓരോ കോണ്ടിനൻസിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പേഴ്സൻറ്റേജ് പോട്ടെ, പൈ ഡയഗ്രാമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ നെയിം ഉൾപ്പെടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് മെനുവിൽ പോവുക. ഇൻസേർട്ട് മെനുവിനകത്ത് റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് തന്നെ നമുക്ക് പൈ ഡയഗ്രത്തിൻ്റെ ഇൻസേർട്ട് പൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. 2 ഡയമെൻഷണൽ പൈ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ പൈ ആണ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്ക് ഗ്രാഫ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻ ചാർട്ട് ഡിസൈനകത്തുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പൈ ഡയഗ്രവും നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഡൗട്ടുണ്ടോ പൈ ഡയഗ്രം? എല്ലാം ഡൗട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫിക് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് പ്ലസ് സൈൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് ഡാറ്റ ലേബൽസ് വേണമെങ്കിൽ ഒഴിവാക്കാം. വേണമെന്ന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാറ്റ ലേബൽസ് അവിടെ വന്നിട്ടുണ്ട്. ചാർട്ട് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ടൈറ്റിലിൻ്റെ അവിടെ നമുക്ക് പൈ ഡയഗ്രം എന്ന് കൊടുക്കാം. അത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഒരു പറഞ്ഞോ. ആ ഓക്കെ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പൈ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ലെൻസും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ സെക്ടറിൻ്റെയും ഏരിയ നമുക്ക് എത്ര ഉണ്ടെന്നുള്ള കാര്യം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓരോ കളറും എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ട്. അത് ഓരോന്നും ഏതിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, അന്റാർട്ടിക്ക, നോർത്ത് അമേരിക്ക എല്ലാം നമുക്ക് ഈ പൈ ഡയഗ്രത്തിന്. ഇത് 3 ഡയമെൻഷണൽ പൈ ആണ്. നിങ്ങൾക്ക് 2 ഡയമെൻഷണൽ ആണെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് ബൈവേരിയറ്റ് ഡാറ്റ വന്നിട്ടുണ്ട്. അതായത് എക്സ് വാല്യൂസും വൈ വാല്യൂസും ഉണ്ട്. നമുക്കിത് സ്കാറ്റർ ഡയഗ്രം പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എക്സ് വാല്യൂസ് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, കോളമായിട്ട് തന്നെ എഴുതണമെന്നില്ല, റോ ആയിട്ട് എഴുതാം, ഒരു പ്രശ്നമില്ല. എക്സ് വാല്യൂസ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വൈ വാല്യൂസ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാറ്റർ ഡയഗ്രം പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പഴയ പോലെ തന്നെ പ്ലോട്ടിംഗ് എല്ലാം സിമിലറാണ്. നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ടിൽ പോകുന്നു. അവിടെ നമുക്ക്
സ്കാറ്റർ പ്ലോട്ടിൻ്റെ ഇൻസേർട്ട് സ്കാറ്റർ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത്. അവിടെ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏതാണ്, ഇത് ഡോട്ടഡ് ആണെങ്കിൽ ഡോട്ടഡ് കൊടുക്കുക, അല്ല ബബിൾസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബബിൾസിൻ്റെ ഓപ്ഷൻ താഴെ അവൈലബിൾ ആണ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ നമ്മൾ മെയിനായിട്ടുള്ള സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആക്സസ് ടൈറ്റിൽ ടിക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ എക്സ് വാല്യൂസ് കൊടുക്കുക, അതേപോലെ തന്നെ ഇവിടെ എന്ത് കൊടുക്കുക, വൈ എന്ന് കൊടുക്കുക. ചാർട്ട് ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം, അപ്പോൾ ആ രീതി നമുക്ക് സ്കാറ്റർ ഡയഗ്രാം ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ട്രെൻഡ് ലൈനും എല്ലാം നമുക്ക് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിൻ്റെ ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുക്കുക. ലെജൻഡ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ള കാര്യം ഇവിടെ വിസിബിൾ ആകും. ലീനിയർ ആയിട്ടുള്ള ട്രെൻഡാണ്. അപ്പോൾ ഈ രീതി നമുക്ക് സ്കാറ്റർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. നമുക്ക് എക്സ് വാല്യൂസ്, വൈ വാല്യൂസ് അത് സെലക്ട് ചെയ്യുന്നു. റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് എന്ത് എടുക്കുക, സ്കാറ്റർ ചാർട്ടിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ചാർട്ട് ഡിസൈൻ നോക്കിയാലും നിങ്ങൾക്ക് പല രീതിയിലുള്ള ചാർട്ട് അവിടെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള പ്രധാനമായിട്ടുള്ള പ്ലോട്ട്സുകൾ. ക്ലിയർ ആണോ? ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം പറഞ്ഞു, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, സ്കാറ്റർ ഡയഗ്രാം. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? പ്ലോട്ട് ഡൗട്ടോ? സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, സബ്ഡിവൈഡ് ബാർ ഡയഗ്രാം, പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, അപ്പോൾ നമ്മൾ സ്കാറ്റർ ഡയഗ്രാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒരു വാല്യൂസേ ഉള്ളൂ, എക്സ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഡാറ്റ ഇട്ടിരിക്കുന്ന വാല്യൂസ് ഉള്ളെങ്കിൽ നമുക്ക് ഇവിടെ ലൈൻ ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സിമിലറാണ്. ഫസ്റ്റ് ഡാറ്റ പഴയ പ്രൊസീജിയർ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ടിനകത്ത് റെക്കമെൻഡഡ്സിനകത്ത് നമ്മുടെ ലൈൻ ഗ്രാഫാണ് വേണമെന്നുണ്ടെങ്കിൽ ലൈൻ ഗ്രാഫ് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ഡാറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഗ്രാഫ് കിട്ടും. ഓക്കെ, ഏത് ലൈൻ ഗ്രാഫാണ് വേണ്ടതെന്നുള്ളത് ആ ലൈൻ ഗ്രാഫിൻ്റെ ചാർട്ട് ഡിസൈനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാർട്ട് സെലക്ട് ചെയ്തെടുക്കാം. ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലൈൻ ഗ്രാഫിൻ്റെ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത്, അത് പല ഡിസൈൻസ് ഇവിടെ ഉണ്ട്. ആ ഡിസൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈൻ അനുസരിച്ചുള്ള ചാർട്ട്സ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും വളരെ ഈസി ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസും നമുക്ക് എക്സലിനകത്ത് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. അതായത് എക്സ് എടുക്കുന്ന വാല്യൂസ് 1, 2, 3, 4, 5, 6 ആണ്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി, 2 എടുക്കാനുള്ള പ്രോബബിലിറ്റി,
3 എടുക്കാനുള്ള പ്രോബിലിറ്റി 4, 5, 6. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി ദാറ്റ് എക്സ് 1ൻ്റെയും 5ൻ്റെയും ഇടയ്ക്ക് എടുക്കാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എക്സൽ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെയും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈക്വൽ ടു കൊടുക്കുക. പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, PROB. അപ്പം പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം അത് അതിനകത്ത് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് എക്സിൻ്റെ റേഞ്ചാണ് കൊടുക്കേണ്ടത്. എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് എടുക്കുന്ന വാല്യൂസ്, നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. കോമ പ്രോബിലിറ്റി റേഞ്ചാണ്, അതായത് പ്രോബിലിറ്റിയുടെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തു. കോമ നമ്മുടെ ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വണ്ണിൻ്റെയും 5ൻ്റെയും ഇടയ്ക്കിടക്കാണ് പ്രോബിലിറ്റിയാണ് ചോദിച്ചതെങ്കിൽ 1 to 5 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോട്ടെ. വണ്ണിൻ്റെ 5ൻ്റെ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ഇൻക്ലൂഡിങ് ആണ്, 1 തൊട്ട് 5 വരെ. അപ്പോൾ നമ്മളിവിടെ 1 തൊട്ട് 4 വരെ കൊടുത്തുള്ളൂ, 1 തൊട്ട് 5 വരെ. അപ്പോൾ ആ ഓപ്ഷൻ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സിൻ്റെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു, പ്രോബിലിറ്റിയുടെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. 1 മുതൽ 5 വരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ലോവർ ലിമിറ്റായിട്ട് 1 ഫിക്സ് ചെയ്ത് കൊടുത്തു. അടുത്ത് അപ്പർ ലിമിറ്റായിട്ട് 5 ഫിക്സ് ചെയ്ത് കൊടുത്തു. ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എത്ര കിട്ടി? 0.95 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1ൻ്റെ 5ൻ്റെ ഇടയ്ക്ക് കിടക്കാനുള്ള അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 0.95. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എക്സലിലും നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബിലിറ്റി ആറ്റ് എക്സ് ലെസ് ദാൻ 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? അതും നമുക്ക് പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രോബ് ഫസ്റ്റ് എക്സിൻ്റെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എക്സ് എടുക്കുന്ന വാല്യൂസ് സ്പെസിഫൈ ചെയ്തു. കോമ പ്രോബിലിറ്റിയുടെ വാല്യൂസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോമ ലോവർ ലിമിറ്റ്, ഇവിടെ ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്, മാക്സിമം വാല്യൂ 6 ആണ്. നമുക്ക് ലെസ് ദാൻ 4 വരെ ഓപ്ഷൻ ഉള്ളൂ. ലോവർ ലിമിറ്റ് എങ്ങനെയാണെങ്കിലും 1 തന്നെയാണ്. 1 തുടങ്ങി എവിടം വരെ നമുക്ക് ആവശ്യമുള്ളൂ? 4 ആവശ്യമില്ല, 4 ഇൻക്ലൂഡഡ് അല്ല, ലെസ് ദാൻ റീക്കൽ അല്ലേ ചോദിച്ചിരിക്കുന്നത്. പഴയ പ്രോബ്ലത്തിനകത്ത് ലെസ് ദാൻ റീക്കൽ ആയിരുന്നു, ഇവിടെ ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഇൻക്ലൂഡഡ് അല്ല, 3 വരെ മതി. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞത് 3 ആണ്, 1 to 3. അപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0.55 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസാണ് ആഡ് ചെയ്യേണ്ടത്. ഏതൊക്കെ? 0.2, 0.15. ലെസ് ദാൻ 4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഈ 4 എന്ന് പറഞ്ഞ പ്രോബിലിറ്റി ഇൻക്ലൂഡഡ് അല്ല. എക്സിന് എടുക്കുക ഏതൊക്കെ വാല്യൂസ് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ? 1, 2, 3. അതിൻ്റെ പ്രോബിലിറ്റീസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്തുള്ള വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത് ചോദിച്ചേക്കുന്നത് പ്രോബിലിറ്റി ദാറ്റ് എക്സിൻ്റെ വാല്യൂ 3ൻ്റെയും 6ൻ്റെയും ഇടയ്ക്ക് കിടക്കണം. 3ൻ്റെ 6ൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 3യും 6 ഇൻക്ലൂഡ് അല്ല. 3യുടെയും 6ൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4ഉം 5ഉം ഉണ്ട്. അപ്പോൾ ഈ 4ഉം 5, അപ്പം ലോവർ ലിമിറ്റ് 4ഉം അപ്പർ ലിമിറ്റ് 5 വരെ ഉള്ളതിൻ്റെ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതായത് 0.2 + 0.2 ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുക, എക്സിൻ്റെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, എക്സിൻ്റെ റേഞ്ചായി. കോമ വൈയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി റേഞ്ചാണ്, പ്രോബിലിറ്റിയുടെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. കോമ ഇനി ലോവർ ലിമിറ്റ് 3 to 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഇൻക്ലൂഡഡ് അല്ല, അപ്പോൾ
4 ആണ് ഇൻക്ലൂഡ്. ഒന്നെങ്കിൽ 4 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 4ൻ്റെ സെല്ല് സെലക്ട് ചെയ്യാം, കോമ 5 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 5ൻ്റെ സെല്ല് സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ എൻ്റർ കൊടുക്കുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 0.4, അതായത് 0.2 പ്ലസ് 0.2 0.4 ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 2, എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണുള്ളത്? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പം 3, 4, 5, 6. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് 0.15 പ്ലസ് 0.2 പ്ലസ് 0.2 പ്ലസ് 0.05. ഇതാണ് തിയററ്റിക്കലായിട്ടുള്ള നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ എക്സലിനകത്ത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തുണ്ട്. പ്രോബിനകത്ത് എക്സിൻ്റെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ റേഞ്ച് സ്പെസിഫൈ ചെയ്യുന്നു, കോമ പ്രോബബിലിറ്റിയുടെ റേഞ്ച് സ്പെസിഫൈ ചെയ്യുന്നു, കോമ ലോവർ ലിമിറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 ഇൻക്ലൂഡഡ് അല്ല, 3 തൊട്ട് എവിടം വരെയാണ്? 3യുടെ എല്ല് സെലക്ട് ചെയ്യുന്നു, D1 ആണ്, 3 തൊട്ട് 6 വരെ. ആൻസർ 0.6. ഡൗട്ടുണ്ടോ? കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഹലോ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ഫംഗ്ഷൻ പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്തത്. പറഞ്ഞു തുടങ്ങിയത് സിമ്പിൾ ബാർ ഡയഗ്രത്തിനായിരുന്നു. അപ്പോൾ പലരും ഈ ലാസ്റ്റ് മിനിറ്റാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ പറയാം, നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഒന്നെങ്കിൽ എക്സ് ആക്സിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ റോ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ കോളമായിട്ട് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ റോ വൈസ് എഴുതിയേക്കുന്നു. അപ്പം ഇത് നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് മെനുവിൽ പോകുന്നു. ഇൻസേർട്ട് മെനുവിനകത്ത് റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് നമുക്ക് ഇൻസേർട്ട് കോളം ഓർ ബാർ ചാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. 2D കോളം കാണും, ആ 2D കോളത്തിനകത്ത് ക്ലസ്റ്റേർഡ് കോളം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം പ്ലോട്ടായി. മുകളിലെ ചാർട്ട് ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള സിമ്പിൾ ബാർ ഡയഗ്രാം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ആപ്റ്റായിട്ടുള്ളത് ആ ഒരു ചാർട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്ലസ് സൈൻ കാണുന്ന ഈ ചാർട്ടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്ലസ് സൈൻ കാണാം. ആ പ്ലസ് സൈനകത്ത് നിങ്ങൾക്ക് ചാർട്ടിൻ്റെ വേണ്ട ഓപ്ഷൻസ് എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. വേണ്ടാത്തത് അത് ടിക്ക് ചെയ്യാതെ ഇരിക്കുക. ആക്സിന് പേര് കൊടുക്കണമെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അത് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ചാർട്ട് ടൈറ്റിൽ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി. അതേപോലെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണെങ്കിലും എന്തെടുത്ത് നമ്മുടെ ഡാറ്റ ഫസ്റ്റ് എൻ്റർ ചെയ്ത ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് മെനുവിൽ പോകുന്നു, റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് നമ്മുടെ ക്ലസ്റ്റേർഡ് കോളം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം കിട്ടും. അപ്പം അതിന് നമുക്ക് ചാർട്ട് ഡിസൈനിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആക്സസിൻ്റെ നെയിം കൊടുക്കണമെങ്കിൽ ഈ പ്ലസ് സൈനിനകത്ത് ടിക്ക് ചെയ്യുക. ഡാറ്റ ലേബൽസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോ ബാറിൻ്റെയും ലെങ്ത് മുകളിൽ വരുന്നുണ്ടാവും. ഡാറ്റ ടേബിൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ടേബിളിൻ്റെ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഗ്രിഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻസ് കൊടുക്കുക. ലെജൻഡ് വേണമെന്നുണ്ടെങ്കിൽ ലെജൻഡ് കൊടുക്കുക. ട്രെൻഡ് ലൈനിന് ഓപ്ഷൻ ഉണ്ട്, ട്രെൻഡ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെൻഡ് ലൈൻ്റെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക.
ഓക്കെ, അപ്പം ഈ രീതിയിലാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. സിമിലർലി സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് പറയാം. ഡാറ്റ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ഡാറ്റയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ടിനകത്ത് റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് നമ്മൾ എന്തിലേക്ക് പോവുക, സ്റ്റാക്ഡ് കോളം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ് ഡിവൈഡ് ഗ്രാഫ് എടുക്കുക, എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, റൈറ്റിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സബ് ഡിവൈഡ് ബാർ ഡയഗ്രത്തിൻ്റെ പ്ലോട്ട് വരിക. ഇനി സിമിലർലി പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം ആണ് വേണമെന്നുണ്ടെങ്കിലോ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡാറ്റ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ പോകുന്നു ഇൻസേർട്ട് മെനുവിനകത്ത് റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് ഇൻസേർട്ട് കോളം ഓർ ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ലാസ്റ്റ് ഓപ്ഷൻ 100% സ്റ്റാക്ഡ് കോളം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് വൈ ആക്സ് നോക്കിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ആയിട്ടാണ് കിടക്കുന്നത്. 0% തുടങ്ങി 100% വരെയുണ്ട്. അപ്പം ഫുഡ്, ക്ലോത്തിങ്, റെൻറ്റ് എല്ലാ ഇതിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ബാർ അവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാർ ഡയഗ്രാം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ബാർ സെലക്ട് ചെയ്യുക. അത് എഡിറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എന്നുള്ള സൈൻ വരും. അതിനകത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെല്ലാം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സിമിലർലി പൈ ഡയഗ്രാം നമുക്ക് കോണ്ടിനൻസ് ഏരിയ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പൈ ഡയഗ്രാമാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡാറ്റ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് മെനു പോകുന്നു, റെക്കമെൻഡഡ് ചാർട്ട്സിനകത്ത് നമ്മുടെ ഇൻസേർട്ട് പൈ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. 2 ഡയമെൻഷണൽ പൈ വേണമെങ്കിൽ ആ 2 ഡയമെൻഷണൽ പൈ ഡയഗ്രാം സെലക്ട് ചെയ്യുക. ഇല്ല 3 ഡയമെൻഷണൽ പൈ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള പൈ ഡയഗ്രാം അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതേപോലെയാണ് നെക്സ്റ്റ് സ്കാറ്റർ ഡയഗ്രാം പറയുന്നത്. അപ്പം സ്കാറ്റർ ഡയഗ്രാം നമുക്ക് എക്സ് വാല്യൂസ്, വൈ വാല്യൂസ് വന്നിട്ടുണ്ട്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് മെനുവിനകത്ത് റെക്കമെൻഡേഷനകത്ത് നമ്മുടെ ഇൻസേർട്ട് സ്കാറ്റർ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള സ്കാറ്റർ ഡയഗ്രാം അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഡോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ബബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ബബിൾസ് ഉണ്ട്, ലൈൻ ഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ ലൈൻ ഗ്രാഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സസ് ടൈറ്റിലൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ചാർട്ട് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ടൈറ്റിൽ കൊടുക്കുക. ഡാറ്റ ലേബൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ട്രെൻഡ് ലൈൻ, ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിൽ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. വേണ്ടെങ്കിൽ ഒഴിവാക്കുക. ലെജൻസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതായത് ബ്ലൂ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണാൻ സാധിക്കും. ബ്ലൂ വൈ വാല്യൂസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത്. ലെജൻഡ് ടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും. ഡാറ്റ ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ടേബിൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് സ്കാറ്റർ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്ലോട്ടിങ്. നെക്സ്റ്റ് പറഞ്ഞതാണ് നമ്മൾ പ്രോബബിലിറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ പ്രോബ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലൈയിങ് ബിറ്റ്വീൻ 1 and 5, അതായത് 1 ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ 5 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ഈക്വൽ ടു പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്കുണ്ട്. പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക.
എക്സ് റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പ്രോബബിലിറ്റിയുടെ റേഞ്ച് നെക്സ്റ്റ് കോമ ഇട്ടിട്ട് പ്രോബബിലിറ്റിയുടെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 1 ആണ് എൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ, അതാണ് ലോവർ ലിമിറ്റ്. അതിൻ്റെ ആ സെല്ല് ഒന്നെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം. കോമ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 5 വരെയാണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 5 എന്ന് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം വാല്യൂ 0.95 കിട്ടും. സിമിലർലി പ്രോബബിലിറ്റി അറ്റ് എക്സ് ലെസ് ദാൻ 4 വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ പ്രോബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈക്വൽ ടു കൊടുക്കാൻ മറക്കരുത്. ഏത് ഫംഗ്ഷൻ ആക്സസ് ചെയ്യണമെങ്കിലും ഈക്വൽ ടു കൊടുക്കണം. പ്രോബ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സ് എടുക്കുന്ന വാല്യൂസാണ്, അത് കൊടുക്കുന്നു. കോമ പ്രോബബിലിറ്റിയുടെ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. കോമ ലോവർ ലിമിറ്റ് എക്സ് ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ എക്സിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ആണ് ഈ കേസിൻ്റെയും ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് കൊടുക്കാം. ലെസ് ദാൻ 4 എന്നാണ്. അപ്പോൾ 4 ഇൻക്ലൂഡഡ്, ലെസ് ദാൻ ഈക്വൽ ടു 4 ആണെങ്കിൽ 4 ഇൻക്ലൂഡഡ് ആയിരുന്നേനെ. ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എൻ്റെ അപ്പർ ലിമിറ്റ് വരുന്നത് 3 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്കിവിടെ കിട്ടി. ഇതെല്ലാം ഡൗട്ടുണ്ടോ?